952 പോയിന്റോടുകൂടി കണ്ണൂർ ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ്. അങ്ങനെ കലാമാമാങ്കത്തിന് പരിസമാപ്തിയാകുമ്പോൾ കൊല്ലത്തിന്റെ മണ്ണിൽ കൊല്ലത്തിന്റെ ഹൃദയത്തിലേക്ക് കലോത്സവത്തിന്റെ സമാപന ചടങ്ങ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കലോത്സവമാങ്കത്തിന് പരിസമാപ്തിയാകുമ്പോൾ കൊല്ലത്തിന്റെ ഹൃദയത്തിലേക്ക് കണ്ണൂർ ചേക്കേറുന്ന കാഴ്ചകൾ, ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ, പാട്ടിന്റെ, നൃത്തത്തിന്റെ, ഗദ്യത്തിന്റെ, പദ്യത്തിന്റെ, നാടകത്തിന്റെ, അങ്ങനെ 5 ദിവസം നീണ്ട മാമാങ്കത്തിന് പരിസമാപ്തിയാകുമ്പോൾ ആവേശകരമായ പോരാട്ടം പ്രേക്ഷകർക്കും സ്കൂളുകൾക്കും സമ്മാനിച്ചുകൊണ്ട് 3 പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് നിന്ന് കപ്പ് പിടിച്ചു വാങ്ങി കണ്ണൂർ. സമ്മാനം ഏറ്റുവാങ്ങിയതിന്റെ ആത്മവിശ്വാസത്തിൽ, സന്തോഷത്തിൽ, ആവേശത്തിൽ അങ്ങനെ കുട്ടികൾ ആവേശം അലതല്ലുന്ന കാഴ്ചകൾ. അങ്ങനെ കൊല്ലത്തിന്റെ മണ്ണ് ആവേശത്തിന്റെ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാകുന്നതാണ് പ്രേക്ഷക ദൃശ്യങ്ങൾ കാണുന്നത്. വേറിട്ട കലാസന്ധ്യകൾ, 5 ദിവസത്തെ കലാമാമങ്ങൾ. എന്തുകൊണ്ട് കലയെ കേരളം ഇത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്ന് ചോദിച്ചാൽ കലോത്സവ നഗരിയിലെ ആവേശം മാത്രം മതി അതിന് സാക്ഷ്യം വഹിക്കാൻ. കേരളം കലയോട് ചേർന്ന് നിൽക്കുന്ന 5 ദിവസങ്ങൾ
ഇനിയുള്ള ദിവസങ്ങളിൽ കൊല്ലത്ത് കലയില്ലല്ലോ എന്ന വിഷമത്തിൽ നിൽക്കേണ്ടി വരുന്ന ദിനങ്ങൾ. അങ്ങനെ 5 ദിവസത്തെ കലാമാമാങ്കത്തിന് പരിസമാപ്തിയാകുമ്പോൾ 952 പോയിന്റുമായി 4ാം തവണ കപ്പുയർത്തി കണ്ണൂർ. അങ്ങനെ കേരളത്തിന്റെ കലാഹൃദയത്തിൽ തങ്കലിപികൾ എഴുതി ചേർക്കുന്നു കണ്ണൂരിന്റെ പൊന്നോമന പേര്. 2ാം സ്ഥാനത്ത് കോഴിക്കോട് 949 പോയിന്റ്. 3ാം സ്ഥാനത്ത് പാലക്കാട്. അങ്ങനെ 3 ജില്ലകൾ, 5 ദിവസങ്ങൾ, 14 ജില്ലകൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ. വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ, തോറ്റവർക്ക് ഇനിയും വിജയത്തിന്റെ പടവുകൾ കയറാനുള്ള പ്രത്യാശകൾ, പ്രതീക്ഷകൾ, ആശംസകൾ അങ്ങനെ നേരുന്നു. ഇപ്പോഴും അവിടെ കലോത്സവ നഗരിയിൽ സമാപന സമ്മേളനത്തിന്റെ പരിപാടികൾ തുടരുകയാണ്. മാമാങ്കത്തിന്റെ പരിസമാപ്തിക്ക് നിറക്കാഴ്ചകൾ ഒരുക്കി നടൻ മമ്മൂട്ടി, മന്ത്രിമാർ, അങ്ങനെ VVIPകൾ നിറഞ്ഞ വേദിയിൽ ഏറ്റവും VVIPകളായി മാറിയ കണ്ണൂരിന്റെ മിടുക്കികളായ കുട്ടികൾ. കലോത്സവത്തിൽ നിന്ന് അനുജ രാജേഷ് കൂടുതൽ ചെയ്യുന്നു. അനുജ, 5 ദിവസത്തെ കലാമാമാങ്കത്തിന് പരിസമാപ്തി, അങ്ങനെ ആവേശ കാഴ്ച അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ കൊല്ലത്തിന്റെ മണ്ണിന് എന്താണ് പറയാനുള്ളത്? ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. കഴിഞ്ഞ 5 നാൾ ഇവിടെ വലിയ ആവേശകരമായ പോരാട്ടം നടക്കുന്ന കാഴ്ച. 24 വേദികളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വിവിധ മത്സരങ്ങൾ. അതിനേറ്റവും ഒടുവിലായി കണ്ണൂർ സ്ക്വാഡ് കപ്പ് കൊണ്ടുപോയിരിക്കുകയാണ്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ ജില്ല നേടിയിരിക്കുന്നു. കണ്ണൂരാണോ കോഴിക്കോടാണോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർന്നു കേട്ടതാണ്. അത് ആർക്ക് എന്നത് പ്രവചിക്കാൻ കഴിയാത്ത വിധം 1 പോയിന്റ് 2 പോയിന്റ് വ്യത്യാസത്തിൽ ഇടയ്ക്ക് കണ്ണൂർ മുന്നോട്ട് വരുമ്പോൾ കോഴിക്കോട് തൊട്ട് പിന്നീട് കോഴിക്കോട് മുന്നോട്ട് വരുന്ന കാഴ്ച ആ തരത്തിലേക്ക് നമ്മൾ അവസാന മണിക്കൂറുകളിൽ പോലും കണ്ടിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി കണ്ണൂർ കപ്പുറപ്പിക്കുകയാണ്. 952 പോയിന്റുമായി വെറും 3 പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് ജില്ലയ്ക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ ഈ സ്വർണ്ണക്കപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ല നമുക്കറിയാവുന്നതുപോലെ 10 തവണ കപ്പ് കൊണ്ടുപോയിട്ടുള്ള ജില്ലയാണ്. തുടർച്ചയായി 3 തവണ 2018-ലും 19-ലും 23-ലും ഒക്കെ തുടർച്ചയായി തന്നെ സ്വർണ്ണക്കപ്പുമായി പോയ കോഴിക്കോട് വലിയ ആത്മവിശ്വാസത്തോടെ ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കപ്പ് തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. പക്ഷേ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചത് മധുര പ്രതികാരം തന്നെയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം അവർ സ്വർണ്ണക്കപ്പ് അവരുടെ ജില്ലയിലേക്ക് കൊണ്ടുപോവുകയാണ്. 4 തവണ ഇതിനോടകം അവർ നേടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. കടുത്ത പോരാട്ടം കോഴിക്കോടിന് തുടക്കം മുതൽ തന്നെ നൽകാൻ കണ്ണൂർ ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാടും തൊട്ട് പിന്നിൽ തന്നെ അവർക്കുണ്ടായിരുന്നു. ഈ 2 ജില്ലകൾക്കും ഒപ്പമുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. 938 പോയിന്റാണ് അവർ ഇപ്പോൾ നേടിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ 3 ജില്ലകൾ എന്ന തരത്തിലേക്ക് കണ്ണൂരും കോഴിക്കോടും പാലക്കാടും എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ചാമ്പ്യന്മാർക്ക് ട്രോഫി നൽകുന്ന ചടങ്ങ് അത് അവസാനിച്ചിരിക്കുകയാണ്. സമാപന ചടങ്ങ് നന്ദി പ്രകാശനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടെ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങും. ഇവിടെ ജനസാഗരമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചയും അതുതന്നെയാണ്. നിറഞ്ഞു കവിയുന്ന വേദികൾ, അതുപോലെ തന്നെ ആശ്രാമം മൈതാനി, ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ആശ്രാമം മൈതാനി, അവിടേക്കും ജനസാഗരം ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നും അതുപോലെ തന്നെയായിരുന്നു. ഇന്ന് ഏതാണ്ട് വൈകുന്നേരത്തോടടുക്കുമ്പോഴേക്കും ഇവിടെ സൂചി കുത്താനിടയില്ലാത്ത തരത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഈ മൈതാനം. ഇപ്പോഴും ഇവിടെ ആളുകളുണ്ട്, അവർ പോയിട്ടില്ല. നടൻ മമ്മൂട്ടി എത്തുന്നു എന്നൊക്കെയുള്ളത് ഇതിന്റെ മുഖ്യ ആകർഷണം കൂടിയാണ്. അദ്ദേഹമായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത് കൊല്ലത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നു. കൊല്ലത്തിന്റെ പ്രോത്സാഹനത്താൽ കണ്ണൂർ സ്ക്വാഡ് ഇക്കുറി കപ്പ് കൊണ്ടുപോയി. കൊല്ലം എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് കണ്ണൂരിന് കപ്പ് നൽകുന്നു. ഇതാണ് കേരളം എന്ന് അദ്ദേഹം പറയുകയാണ്. ഒപ്പം എന്താണ് കൊല്ലത്തിന്റെ മഹത്വം എന്നത് അദ്ദേഹം വിശദമാക്കുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, സമ്മാനം നേടുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പീലുകളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ്. അതായത് കൂടുതൽ അപ്പീലുകൾ ഉണ്ടാകാത്ത തരത്തിലേക്ക് ഈ മത്സരത്തെ സുഗമമാക്കാനുള്ള നടപടികൾ, അതിന് വേണ്ട നടപടികൾ അധികൃതർ ഉണ്ടാക്കണം, ശ്രദ്ധിക്കണം അതിലേക്ക് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയായി പാലക്കാട് ഗുരുകുലം ആലത്തൂർ സ്കൂള്. ഒരിക്കൽ കൂടി അവർ തുടർച്ചയായി 10 തവണ അവർ ചാമ്പ്യൻ പട്ടം നിലനിർത്തിയിരുന്നു. ഇപ്പോൾ ഇതാ 11ാമത്തെ തവണയും ആ കപ്പ്
പാലക്കാട് ജില്ലയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് 62ാമത് കേരള സ്കൂൾ കലോത്സവം എത്തുമ്പോൾ 24-നെ സംബന്ധിച്ച് നമുക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. വിപുലമായ കവറേജാണ് നമ്മൾ ഒരുക്കിയിരുന്നത്. 80 പേരടങ്ങുന്ന ഒരു വലിയ സംഘം കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇടതടവില്ലാതെ കലോത്സവത്തിന്റെ വാർത്തകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ പോയിന്റ് നില, മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ, വൈവിധ്യമാർന്ന പ്രകടനങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇത് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മൾ ഒരു ട്രോഫി നൽകുന്നുണ്ട്. 24-ന്റെ ഒരു ട്രോഫി ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ല കണ്ണൂർ ജില്ലയ്ക്ക് നൽകാനുള്ള ട്രോഫിയാണ്. എനിക്ക് തൊട്ട് പിന്നിൽ ആ ട്രോഫി കാണാൻ കഴിയുന്നുണ്ട്. ആ ട്രോഫി വിജയിച്ച ജില്ലയ്ക്ക്, കണ്ണൂരിന് സമ്മാനിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇനി ബാക്കിയുണ്ട്. ആ ചടങ്ങിലേക്ക് നമ്മൾ എത്തും. തത്സമയം നമ്മൾ ആ ചടങ്ങിന് വേണ്ടി ഇപ്പോൾ കണ്ണൂർ ജില്ല അവരുടെ സർക്കാരിൻ്റെ ട്രോഫി 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് വാങ്ങിയതിന് ശേഷം അവർ ഇങ്ങോട്ടേക്ക് എത്തും എന്നതാണ്. നമ്മൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനി അത് ആ നിമിഷം കൂടി നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കലോത്സവ വേദിയിൽ നിന്ന്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണിരിക്കുന്നു. സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂരിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അഭിനന്ദനങ്ങൾ. ഈ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കലാമാമാങ്കത്തിലെ കായിക പ്രേമികളുടെ കലാപ്രേമികളുടെ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ പങ്കാളിത്തം എന്നുള്ളതാണ്. ആ പങ്കാളിത്തത്തിന്റെ നിറവോടുകൂടി അതിൻ്റെ സുവർണ ശോഭ ഈ കലോത്സവത്തിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ സുവർണക്കപ്പ് നേടിയ കണ്ണൂരിലെ കൊച്ചു കലാകാരന്മാർക്കും അതോടൊപ്പം തന്നെ ഈ കലാമേളയിൽ കലാമാമാങ്കത്തിൽ പങ്കെടുത്ത, അതിന് ജീവനും ശ്വാസവും നൽകിയ മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.